2026 ആദ്യ വിക്ഷേപണത്തിന് സജ്ജമായി ഇസ്രോ. PSLV C-62 വിക്ഷേപണം ഇന്ന് രാവിലെ 10:17 നടക്കും. പ്രതിരോധ തന്ത്രപ്രധാന മേഖലകളിൽ മുതൽക്കൂട്ടാവുന്ന അന്വേഷ അടക്കം 16 പേലോഡുകളുമായി വാഹനം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് കുതിച്ചുയരും. PSLV C-61 വിക്ഷേപണം പരാജയപ്പെട്ടതിന് ശേഷമുള്ള PSLVയുടെ ആദ്യ ദൗത്യമാണ് ഇത്. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതാണ് അന്വേഷ. ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും ഇതിനോടൊപ്പം പരീക്ഷിക്കും. തിരിച്ചുവരവിന് തയ്യാറെടുത്ത് PSLV. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 10:17 PSLV C-62 കുതിച്ചുയരുന്നത്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള PSLV DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണവുമാണ്. കഴിഞ്ഞ വർഷം PSLV C-61 വിക്ഷേപണത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷമുള്ള ആദ്യ വിക്ഷേപണമാണിത്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഉപയോഗിച്ച PSLV ISROയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം കൂടിയാണ്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിലുടനീളം വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന EOS N1 അന്വേഷ ആണ് പ്രധാന പേലോഡ്. കൂടാതെ 18ലധികം ഉപഗ്രഹങ്ങളും വിക്ഷേപണത്തിന്റെ ഭാഗമാകും. ഇവ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും പരീക്ഷിക്കും. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കൂടാതെ 101ാമത് ഓർബിറ്റൽ വിക്ഷേപണമാണിതെന്ന പ്രത്യേകതയും ഈ ദൗത്യത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത TV.